ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മീനും മുട്ടയും ഇറച്ചിയൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു മസാലക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് മതിയായിരിക്കും ചോറിന് അല്ലേ. അപ്പം നമ്മൾ കുറുക്ക് കൊണ്ടുമൊക്കെ ഇതുപോലെയൊക്കെ കറി ഉണ്ടാക്കുമല്ലോ അല്ലേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 2-3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് അല്ലെങ്കിൽ അത് കറുത്ത് പോകും കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു ചെറിയ കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചൊരു അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നിടം വരെയാണ് നമുക്കത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒരു വിസിൽ മതി. അപ്പോൾ ആ വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കറൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2-3 വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം, പിന്നെ ഞാൻ ഒരു സ്പൂൺ കറിവേപ്പില, പിന്നെ ഞാനൊരു ഫ്രഷായിട്ട് ഇടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം കുരുമുളക് ഉള്ളതുകൊണ്ട് അത്രയും കാശ്മീരി മുളക് മതി. അല്ല എരിവുള്ള മുളക് പൊടി ഇട്ടാൽ ഒരുപാട് എരിവായി പോവും. പിന്നെ കുറച്ചൊരു ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കാൻ പോവാണ് കേട്ടോ. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പാൻ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒരു അല്പം വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. അത് കറിവേപ്പിലയിൽ വെള്ളം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് കാരണം അത് ഒന്ന് തീ പിടിച്ച പോലെ എനിക്ക് തോന്നി കേട്ടോ. അത് കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ഞാൻ അരിച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ആ കൂട്ടിക്കിടന്നുകൊണ്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവണം കണ്ടോ. അടിപൊളിയായിട്ടുണ്ടോ. പിന്നെ ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇട്ടോണം. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ചോറും, പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഇച്ചിരി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് തോരനുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി മാങ്ങാച്ചാറും, പിന്നെ നമ്മളുണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് കറി, പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കേട്ടോ. അടിപൊളി ഊണായിരുന്നു ഇന്നത്തെ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.